അസ്സലാമലൈക്കും. നമുക്ക് ഇഡ്ഡലിപ്പൊടിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് ഒരു കപ്പ് അരി, പുഴുങ്ങലരി, പിന്നെ കടലപ്പരിപ്പ് അരക്കപ്പ്, ഉഴുന്ന് അരക്കപ്പ്, വറ്റൽമുളക്, കായം, കുരുമുളക്, നല്ല ജീരകം, ഇതെല്ലാം കൊണ്ട് വറുത്ത് പൊടിച്ചിട്ട് നമുക്ക് ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടായ ശേഷം അരി ഇടാം. അരി നന്നായി വറുത്തിട്ട് ബാക്കി സാധനങ്ങൾ ഇടാം. അരി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നും കടലപ്പരിപ്പും ഇടാം. ഇനി ഇത് വറുത്ത് തുടങ്ങാം. വറവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് കൊട്ടാം. എന്നിട്ട് ബാക്കിയുള്ള ഐറ്റംസ് ചെയ്യാം. ഇത് ബാക്കിയുള്ളത് നമുക്ക് വറുക്കാം. പിന്നെ കറിവേപ്പില ഒഴിവാക്കിയിട്ട് ഇത് ബാക്കി വറുക്കാം. എന്നിട്ട് ലാസ്റ്റാണ് കറിവേപ്പില വറുക്കുന്നത്. ഈ കറിവേപ്പില ഇത്തിരി നനവുള്ള പോലത്തെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇതാദ്യം വറുത്തിട്ട് നമുക്കത് വേറെ തനി വറുത്ത് പൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്കിടാം. നമുക്കിനി കറിവേപ്പില ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ടെടുക്കാം. ഇത് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൊട്ടാം. ഇനി നമ്മൾക്ക് കായം ഇതിൽ എന്താണ്, എൻ്റെ അടുത്ത് കട്ടക്കായ ഇല്ലാത്തതുകൊണ്ട്, കട്ടക്കായാണ് ഏറ്റവും നല്ലത്. ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ പൊടിയാണ് ഇടുന്നത്. ഇതിനായിട്ട് ഇതിലൊരു ഇത്തിരി ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഉപ്പ് ചേർത്തിട്ട് വേണം പൊടിക്കാൻ. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. ഇഡ്ഡലിപ്പൊടി സൂപ്പറായിട്ടുണ്ട്. രണ്ടെണ്ണം കൂടി എടുത്തേ സാമ്പാർ ഒഴിക്കട്ടെ? ഇല്ല, തേങ്ങ അരക്കാത്ത സാമ്പാർ മതിയാ? പൊടി ഇട്ടേ? ഇപ്പോൾ പൊടിച്ച പൊടി മതിയാ? കുറച്ചും കൂടി ഇട്ടേ? പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡപ്പിയിൽ മൂടി വെക്കാം. പിന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. അസ്സലാമു അലൈക്കും.